നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 13-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹോവ എന്നോട്, നീ ചെന്ന് ഒരു ചണനൂൽ കച്ച വാങ്ങി നിന്റെ അരയ്ക്ക് കെട്ടുക, അതിനെ വെള്ളത്തിലിടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഒരു കച്ച വാങ്ങി അരയ്ക്ക് കെട്ടി. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായത് എന്തെന്നാൽ, നീ വാങ്ങി അരയ്ക്ക് കെട്ടിയ കച്ച എടുത്ത് പുറപ്പെട്ട് ഫ്രാത്തിനരികത്ത് ചെന്ന് അവിടെ ഒരു പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുക. യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു. അത് ഫ്രാത്തിനരികെ ഒളിച്ചു വെച്ചു. ഏറിയ നാൾ കഴിഞ്ഞ ശേഷം യഹോവ എന്നോട്, നീ പുറപ്പെട്ട് ഫ്രാത്തിനരികെ ചെന്ന് അവിടെ ഒളിച്ചു വയ്ക്കാൻ നിന്നോട് കൽപ്പിച്ച കച്ച എടുത്തുകൊള്ളുക എന്നരുളി ചെയ്തു. അങ്ങനെ ഞാൻ ഫ്രാത്തിനരികെ ചെന്ന് ഒളിച്ചു വച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കച്ച മാന്തിയെടുത്തു. എന്നാൽ കച്ച കേടുപിടിച്ച് ഒന്നിനും കൊള്ളരുതാതെ ആയിരുന്നു. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇങ്ങനെ ഞാൻ യഹൂദയുടെ ഗർവവും യെരുശലേമിൻ്റെ മഹാഗർവവും കെടുത്തുകളയും. എൻ്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിൻ്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടരെ ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആക്കി തീർക്കും. കച്ച ഒരു മനുഷ്യൻ്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തെ മുഴുവനും യഹൂദാഗൃഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവും ആകേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി. അവർക്കോ അനുസരിപ്പാൻ മനസ്സില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, എല്ലാ തുരുത്തിയിലും വീഞ്ഞ് നിറയും എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എല്ലാ തുരുത്തിയിലും വീഞ്ഞ് നിറയും എന്ന് ഞങ്ങൾ അറിയുന്നില്ലയോ എന്ന് അവർ നിന്നോട് ചോദിക്കും. അതിന് നീ അവരോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ ദേശത്തിലെ സർവ്വനിവാസികളെയും ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും യെരുശലേമിലെ സർവ്വ നിവാസികളെയും ഞാൻ ലഹരി കൊണ്ട് നിറയ്ക്കും. ഞാൻ അവരെ അന്യോന്യവും പിതാക്കന്മാരെയും പുത്രന്മാരെയും തമ്മിലും മുട്ടി നശിക്കുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവരെ നശിപ്പിക്കുകയല്ലാതെ ഞാൻ അവരോട് കനിവോ ക്ഷമയോ കരുണയോ കാണിക്കയില്ല. നിങ്ങൾ കേൾപ്പീൻ, ചെവി തരുവീൻ, ഗർവിക്കരുത്, ഭ്രമിക്കുകയുമരുത്. യഹോവയല്ലോ അരുളി ചെയ്യുന്നത്. ഇരുട്ടാകുന്നതിന് നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതങ്ങളിൽ ഇടറുന്നതിനും മുൻപേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. നിങ്ങൾ കേട്ടനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗർവം നിമിത്തം രഹസ്യത്തിൽ കരയും. യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ട് പോയിരിക്കയാൽ ഞാൻ ഏറ്റവും കരഞ്ഞ് കണ്ണുനീരൊഴുക്കും. നീ രാജാവിനോടും രാജമാതാവിനോടും താഴെ ഇറങ്ങിയിരിപ്പീൻ. നിങ്ങളുടെ ചൂടാമണിയായ ഭംഗിയുള്ള കിരീടം നിലത്ത് വീണിരിക്കുന്നു എന്ന് പറയുക. തെക്കുള്ള പട്ടണങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, തുറപ്പാൻ ആരുമില്ല. യഹൂദയെ മുഴുവനും പിടിച്ചുകൊണ്ടുപോയി, അശേഷം പിടിച്ചുകൊണ്ടുപോയി. നീ തലപൊക്കി വടക്ക് നിന്ന് വരുന്ന അവരെ നോക്കുക. നിനക്ക് നൽകിയിരുന്ന കൂട്ടം, നിന്റെ മനോഹരമായ ആട്ടിൻകൂട്ടം എവിടെ? നിനക്ക് സഹികളായിരിക്കാൻ നീ തന്നെ ശീലിപ്പിച്ചവരെ അവൻ നിനക്ക് തലവന്മാരായി നിയമിക്കുന്നു. എങ്കിൽ നീ എന്തു പറയും? നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ നിനക്ക് വേദന പിടിച്ചിട്ടില്ലയോ? ഇങ്ങനെ എനിക്ക് ഭവിപ്പാൻ സംഗതി എന്ത് എന്ന് നീ ഹൃദയത്തിൽ ചോദിക്കുന്നുവെങ്കിൽ നിന്റെ അകൃത്യം അതിൻ്റെ ബഹുത്വം നിമിത്തം നിന്റെ വസ്ത്രത്തിൻ്റെ വിളപൊതിയുകയും നിന്റെ കുതികാലിന് അപമാനം വന്നുവിരിക്കുന്നു. കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ?
എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. 13-ാം അധ്യായത്തിലെ പ്രധാന വാക്യങ്ങൾ 16-ഉം 23-ഉമാണ്. നാം വായിക്കുന്നത്, ഇരുട്ടാകുന്നതിനും നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ ഇടറുന്നതിനു മുമ്പേ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. അല്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിന് കാത്തിരിക്കെ അവൻ അന്ധതമസും കൂരിരുട്ടും വരുത്തും. 23-ാം വാക്യം, കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവ് ഇതുവരെ വീഥികളിൽ പ്രസംഗിക്കുകയായിരുന്നു. എന്നാൽ ഒരു സാധന പാഠത്തിലൂടെ ഇസ്രായേലിന് സന്ദേശം നൽകാൻ ദൈവം ആവശ്യപ്പെട്ടു. ഒരു ചണക്കച്ച വാങ്ങി അരയിൽ കെട്ടുക, കുറനാൾ കഴിഞ്ഞ് അതഴിച്ച് പ്രാത്ത് നദിക്കരികെ പാറയുടെ വിള്ളലിൽ ഒളിച്ചു വയ്ക്കുക. കുറനാൾ കഴിഞ്ഞ് അത് ചെന്ന് തിരിച്ച് എടുത്തു നോക്കുക, അതൊന്നിനും കൊള്ളരുതാത്തതായിരിക്കും. യഹൂദയും ഇസ്രായേലും എൻ്റെ അരയോട് പറ്റിയിരിക്കത്തക്കവണ്ണം ഞാൻ അവരെ സ്നേഹിച്ചിരുന്നു, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. എന്നാൽ അവർ വിഗ്രഹാരാധനയാണ് ഇഷ്ടപ്പെട്ടത്. അത് നിമിത്തം ഞാൻ അവരെ ഉപേക്ഷിച്ചതിനാൽ ഇപ്പോൾ അവർ ഒന്നിനും കൊള്ളരുതാത്തവരായിരിക്കുന്നു. യിരെമ്യാവ് ചെയ്ത കാര്യം ജനങ്ങൾ ശ്രദ്ധിക്കാനിടയായി. അദ്ദേഹം ജനങ്ങളോട് ദൈവം പറഞ്ഞ കാര്യം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. 12 മുതൽ 16 വരെ ഉള്ള വാക്യങ്ങളിൽ പറയുന്നത്, യഹൂദയിലെ പുരോഹിതരും പ്രവാചകരും സർവ്വനിവാസികളും ലഹരി ഉപയോഗിച്ച് തമ്മിൽ തല്ലാൻ ഞാൻ ഇടയാക്കും എന്നാണ്. രഹസ്യത്തിൽ യിരെമ്യാവ് ഇതോർത്ത് കരയുകയായിരുന്നു എന്നാണ് 16-ാം വാക്യം പറയുന്നത്. 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്, വടക്ക് നിന്ന് വന്ന സൈന്യം യഹോവയുടെ ആട്ടിൻകൂട്ടത്തെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു. യഹോവയുടെ ആട്ടിൻകൂട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തെയാണ്. ദൈവ ഇടയനും അവരാടുകളുമാണല്ലോ. പക്ഷേ ആടുകളെ വടക്കോട്ട് പിടിച്ചുകൊണ്ടു പോകാൻ ദൈവം അനുവദിച്ചതിനാൽ യഹൂദയിലെ പട്ടണങ്ങൾ, നഗരവാതിലുകൾ അടയ്ക്കപ്പെട്ടിരിക്കുന്നു. 23-ാം വാക്യം, കൂശന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും വ്യത്യാസപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകും. യഹൂദയെ സംബന്ധിച്ച് പാപം അവരെ അത്രമാത്രം അവരോട് അലിഞ്ഞു ചേർന്നിരുന്നു. അവർക്ക് പാപത്തെ കൂടാതെ ജീവിക്കാൻ, വിഗ്രഹാരാധന കൂടാതെ, മദ്യപാനം കൂടാതെ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ അവരതിൻ്റെ അടിമകളായിരുന്നു. അതുകൊണ്ട് ദൈവം പറയുന്നത്, നിങ്ങളൊന്നിനും കൊള്ളരാത്തവരായി മാറിയിരിക്കുന്നു, നിങ്ങളെ അടിമകളെപ്പോലെ ഉപേക്ഷിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നാണ് ഈ കാര്യം യിരെമ്യാവ് ദൈവജനത്തോട് പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മളെ ഉയർത്തുവാൻ താല്പര്യമുണ്ട്. അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തുമെന്ന് 91-ാം സങ്കീർത്തനം 14-ാം വാക്യത്തിലുണ്ടല്ലോ. കർത്താവിനോട് ചേർന്നിരിക്കുന്നത് നല്ലതാണ്. ദൈവത്തോട് അടുത്തു വന്നാൽ അവൻ നമ്മോടും അടുത്തു വരും. പക്ഷേ ഇസ്രായേൽ, അവർ ദൈവത്തെ വളരെ അടുത്തറിഞ്ഞ ജനമായിരുന്നെങ്കിലും അവർ അയൽക്കാരുടെയൊക്കെ, അയൽ രാജ്യങ്ങളുടെയൊക്കെ സ്വാധീന നിമിത്തം വിഗ്രഹാരാധികളായി തീർന്നു. അതിനാൽ ദൈവം വിഗ്രഹാരാധനയുടെ നാട്ടിലേക്ക് അവരെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഉപേക്ഷിക്കപ്പെടാൻ പോകുന്നു എന്നാണ് യിരെമ്യാവ് പ്രവചിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിഞ്ഞ് കർത്താവിൻ്റെ മക്കളായി അവൻ്റെ അനുഗ്രഹം അനുഭവിച്ച നാം അവനെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നില്ല എങ്കിൽ ബാലശിക്ഷ ഉണ്ടാകും എന്നുള്ള ഒരു സന്ദേശമാണ് ഈ അധ്യായത്തിൽ ഇന്നുള്ള ദൈവജനത്തെ ദൈവം നൽകുന്നത്. തീർച്ചയായിട്ടും കരുതലോടുകൂടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.